താങ്ക്സ്. മീൻ 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 മീൻ. കോൾഡ് സ്റ്റാർട്ടാക്കിയിടാം. ആ 2 ഉണ്ട്. നമ്മൾ പൂവാർ ബീച്ചിൽ പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ രാവിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ തന്നെ ബീച്ചിലോട്ട് യാത്ര തുടങ്ങാം. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടുത്തെ മഞ്ഞ് കണ്ടോ? കുറേ ദിവസമായി ഒരു മഞ്ഞ് കണ്ടിട്ട് തന്നെ. അയ്യോ, ഒടുക്കത്തെ നടപ്പ്. സമയം ഇപ്പം 6:45 ഒരു 6 കിലോമീറ്റർ കവറായി. ഇറച്ചങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുത്തോളൂ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. സൺസെറ്റൊക്കെ വന്ന് തുടങ്ങി, രാവിലെയായി. അപ്പോൾ ഇനി പോയി കുറച്ച് നേരം വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു ചായ കുടിക്കണം. അപ്പോൾ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒരു ചായ കുടിക്കാനാണ് ഇത്രയും ദൂരമുള്ള ഒരു ബീച്ചിൽ വന്നാൽ. ബാക്ക് അങ്ങനെ റഷ് ചെയ്തത് ഇവിടെ എത്തി. ഇനി എന്തായാലും കുറച്ച് നേരം ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നല്ലൊരു ചൂട് ചായയും കൂടെ കുടിച്ചിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. നമ്മൾ ഡെസ്റ്റിനേഷൻ അങ്ങനെ എത്തി. യെസ്, അങ്ങനെ രാവിലെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചും കായലും കൂടെ വരുന്ന സ്ഥലമാണ് പൂവാർ ബീച്ച് എന്ന് പറയും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ കമൻറ്റ് ചെയ്തോ. കുറേ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ അടിപൊളിയായിരിക്കും എന്നാണ് തോന്നുന്നത്. കുറേ കാലം ഇവിടെ വന്നിട്ട് ഇവിടേക്ക് ഇടിഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങോട്ടൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, ഇടിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അവിടെ സൂര്യൻ എന്താ ഉയർന്നു വരുന്നതേ ഉള്ളൂ. കാണുന്നുണ്ടോ? യെസ്, നമുക്ക് കടലിലോട്ട് ഇറങ്ങി കടലിലെ വ്യൂ കാണും. കടലിനെ മാടി മാടി വിളിക്കുന്നു വരണില്ലേ. വേസ്റ്റ് കണ്ടോ ഗൈസ്? നിങ്ങളാരും ഇവിടെ വരുമ്പോൾ വേസ്റ്റ് ഇടല്ലേ? ഇവിടെ നിന്നല്ലേ ഇവിടെ വരുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എത്ര കാലമായെന്നറിയാം കടലിൽ പോയിട്ട്. ഇന്ന് കുറേ കാലത്തിന് ശേഷം രാവിലെ കടലിൽ വന്നു. കടൽ സമയത്ത് നമുക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് തോന്നുന്നു. കിടക്കുന്നുണ്ടോ കടലിൽ? ഇതിങ്ങനെ ഇപ്പോൾ ഇറങ്ങി കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്കിവിടെ വരെ നിൽക്കാം. വാവ്, നമുക്കിവിടെ നമ്മളെ വണ്ടി കാണാൻ പറ്റും. കണ്ടോ? അയ്യോ, ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? പറഞ്ഞല്ലേ, ഒന്നും കാണാൻ പറ്റില്ല. ചെറുതായിട്ട് അതെ അതെ. അങ്ങോട്ടൊക്കെ കിടക്കാം. അവിടെയും കായലും കടലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ് പൊഴിയൂരെന്ന് പറയും. നമുക്ക് അങ്ങോട്ടൊക്കെ നടന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പൊഴി തുറന്നിട്ടുണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. കായൽ, ഇതാണ് കായൽ. അപ്പുറത്താണ് കടൽ. അതാണ് ഇവിടുത്തെ എൻ്റെ പ്രത്യേകത. ഇതിനപ്പുറത്താണ് നമ്മളുടെ റിസോർട്ട് വരുന്നത്. പൂവാർ റിസോർട്ട്. പൂവാറാണോ പൊഴിയൂരാണോ? പൂവാർ റിസോർട്ടായിരിക്കും. അവിടെയാണ് പണ്ട് നമ്മളുടെ സണ്ണി ചേച്ചി വന്നിട്ട് ആ സ്ഥലം.
ആ കാണുന്നത് അവിടെയൊക്കെ കാണുന്നത് അത് കുറച്ചുകൂടെ വെളിച്ചം വരുമ്പോൾ കാണിച്ചത് അവിടെ കുറച്ച് റിസോർട്ട് പോലെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട്. ഇവിടെ രാവിലെ ആൾ കുളിക്കാനൊക്കെ വരണമുണ്ടെന്ന് തോന്നുന്നു. കായലല്ലേ, ഉപ്പിൻ്റെ അംശം കാണുമായിരിക്കും. നമ്മളെന്തായാലും കുളിക്കാനല്ലോ വന്ന്, നമ്മൾ വ്യൂ കാണാമല്ലോ. പോയി കാട്ടിലോട്ടാണല്ലോ ചെരിവ്. അപ്പോൾ രാവിലെ ഇവിടെ മീൻ പിടിക്കുന്നൊക്കെ അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അണ്ണൻ്റെ ഇപ്പം മീൻ പിടിക്കുന്നതൊക്കെ കാണായിരുന്നു. മീനെന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. വാവ്, കായൽ കമ്പൊക്കെ കുത്തിച്ച് ഇവിടെ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം എന്തെന്നറിയില്ല. യെസ്, നമ്മൾ കായലിലെത്തി. അവിടെ വല വലിക്കുന്നു കണ്ടോ. മീനെന്തൊക്കെ കിട്ടുന്നുണ്ടോ? ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ. കാരണം ഇതുവഴിയാണ് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് ചോദിക്കും. നിങ്ങൾക്ക് എത്ര പൂവാർ ബീച്ചിനെ കുറിച്ച് അറിയാം? ഫേമസ് ബീച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കായൽ കണ്ടോ. ദൈ കാണുന്ന കായൽ, ദൈ കാണുന്ന കടൽ, ഇതല്ലേ ഇതപ്പുറത്ത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അവിടെ പുഴ മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിടില വ്യൂ കിട്ടും. പക്ഷെ കുറച്ച് നടക്കാനുണ്ടെന്നോ നോക്കാം. അപ്പോൾ മല വീശിയിട്ട് നിൽക്കുന്നില്ലേ, മീൻ എന്തൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ വലിച്ച് കയറ്റുന്നുണ്ട്. മണലിൽ കൂടെ നടക്കുമ്പോൾ താഴ്ന്നു നിന്ന് പോകാറുണ്ടോ? വരച്ചൊരിച്ച് നടക്കണം. ഹായ്, ഇവിടെ അപ്പന്മാർ വല വീശുന്നു. വല വീശുന്നില്ല, വല ഇടുന്നു. മീൻ കിട്ടുമോ എന്ന് നോക്കാം. സൂര്യൻ എണീറ്റിട്ട് ഒരു ഭംഗിയില്ലാതെ നിൽക്കുന്നു. എന്ത് പറ്റി? അപ്പൂപ്പൻ സൂര്യൻ താഴെ കാക്കിയുടെ കാൽപ്പാദം. തിരയടിക്കുന്ന കാര്യം അപ്പോൾ കേട്ടില്ല. വഞ്ചി തൊള്ളാൻ പോകുമോടി. അപ്പോൾ തമ്മിലടി ഇല്ല, ഒന്നുമില്ല. തള്ളി തള്ളി തള്ളി. ഇത്ര വെയിറ്റുള്ളൂ ഇത്. അപ്പോൾ നോക്കി ചിരിച്ച് വല എടുക്കാൻ പോകുന്നതായിരിക്കും. ആ പോട്ടെ, ഇവിടെ ഇത്ര ഉള്ളൂ അല്ലേ, പക്ഷെ ഇറങ്ങാൻ തോന്നല്ല. നമ്മൾ തിരിച്ചങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ട് പോകണം. ഇനി കുറച്ച് നേരം വണ്ടിയുടെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കൊരു ചൂട് ചായ കുടിച്ചാം. ഓക്കെ, ടൈം എത്രയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നേരം പരപര വെളുത്തു, വെളിച്ചങ്ങളൊക്കെ വന്നു കണ്ടു, വെളിച്ചമൊക്കെ വന്നു. അപ്പോൾ ഇനി എന്തായാലും നേരെ വണ്ടിയിലിടാം. കുറച്ച് കൂട്ടം പറഞ്ഞോ, പറയടാ. തലയെ കൊത്തി ചാവുന്നു. തലയെ കൊത്താ വായി തരാം. നടന്നിട്ട് എത്തുന്നില്ല. വണ്ടി ഒന്നുമായിരിക്കും. കാണുന്നുണ്ടോ? ഇല്ല. ദുരൂഹതയിൽ രണ്ടുപേരും നടന്നു വരും. നടക്കാം. വെച്ചെടുത്തെത്തി. വണ്ടി രണ്ടും പിണങ്ങി അപ്പുറത്തോട്ടിരിപ്പുണ്ട്. നമുക്ക് കുറേ വീഡിയോ എടുക്കാം. ഇപ്പോൾ പണി പാളിയാനെ ഇങ്ങോട്ടൊന്ന് ഇറക്കിയതായിരുന്നു. ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നു. ടയറിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ? നല്ല തേഞ്ഞ് നിൽക്കുന്നു. പിന്നെ അവനൊന്നും പിടിച്ചിട്ടാണ് വണ്ടി നൂത്തെടുത്ത് വെച്ചത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി ഇവിടെ ഒന്ന് താന്നു. അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ കറക്കി എടുക്കാം. അപ്പോൾ ഇവിടെ മൊത്തം താന്നു. അപ്പോൾ പിന്നെ അവൻ വന്നു. എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ടയർ ഉണ്ടോ? ഉടനെ തന്നെ മാറണം കേട്ടോ. ഇത് വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ത്രെഡൊക്കെ പുറത്ത് വന്നു. ത്രെഡ് കണ്ടോ? ത്രെഡൊക്കെ വന്നു. ഇവിടെയൊക്കെ കറങ്ങി. ഉടനെ ടയർ മേരണം. അവസ്ഥ കണ്ടു ഗൂയിസ്. ഇൻ്റർസെപ്റ്ററൊക്കെ ഉള്ളവർ കണ്ടു. ഉടനെ അത് മാറണം. അവ അവിടെ വീഡിയോ എടുത്തോണ്ടിപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീലിൽ കാണാം. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കീ എടുത്തിട്ട് അങ്ങോട്ട് പോയി അവൻ എന്താ ചെയ്യുന്നത് നോക്കാം. എന്നിട്ടൊരു ചായ കുടിക്കാം. അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവഴി കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നത് വൻ ടാസ്ക് ആയിരിക്കും. കാരണം നമ്മൾ രണ്ട് മാത്രം ഉള്ളതുകൊണ്ട് തള്ളി ഉപ്പാടും വരും, നടക്കത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകും.
ചുക്കു 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 രണ്ട് റോഡിലൊക്കെ വെച്ച് അവൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ കാണാം. അവൻ കിടിലായിട്ട് റീലൊക്കെ എഡിറ്റ് ചെയ്തിടും. നമ്മളിപ്പോഴല്ല, കുറച്ചുകൂടെ ചിന്തിച്ച് ചെയ്യുന്ന പോലെയാണ്. അവൻ്റെ റീലിൽ കാണാം. അയ്യോ, സമയം ഇപ്പോൾ 7:30 മണിയായിട്ടുണ്ട്. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ 7:30 മണിയായിട്ടുണ്ട്. നമുക്കൊരു ചൂട് ചായ കുടിക്കാം. രാവിലെ എല്ലാവരും നടക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടോ. വീഡിയോ ഒക്കെ തകർത്തെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് കേട്ടോ. ഞാൻ മറന്നുപോയി, എന്തോ ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു, മറന്നുപോയി. അതവിടെ ഇതൊക്കെ കെട്ടിയടച്ച്, പണ്ട് ഇതൊന്നും കെട്ടിയടച്ചിട്ടില്ലായിരുന്നു. കെട്ടിയടച്ച് നമ്മുടെ വണ്ടി അവിടെ സൈഡിൽ ചാരി വെച്ചിട്ടുണ്ട്. ചാരിയല്ല, സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അവിടെ മണലൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കായൽ കാണിച്ചു തരാം. ഇതും കായലുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാണ് പട്ടി ഇരിക്കുന്നു. അയ്യോ, ഇനി പട്ടി ഇടിക്കും. വേണ്ട, പട്ടി പോയിട്ട് അത് വിഴുപ്പുമ്പം കാണിക്കാം കേട്ടോ. അവിടെയാണ് കായൽ. പട്ടി തുമ്മിയതാണെന്ന് തോന്നുന്നു. ചെറുതായിട്ട് പട്ടി പേടിയുണ്ടേ. ഓ, വണ്ടി ലുക്ക് തന്നെയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് റീലിൻ്റെ വീഡിയോ കൂടെ എടുത്തിട്ട് വരാം. അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, ബട്ട് വണ്ടി സമ്മതിക്കുന്നില്ല. വണ്ടി ക്ഷമിക്കുന്നില്ല. ഗുയ്സ് ഗിയറിലാണെന്നു. പിന്നെ അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റി ഇത് ഇവിടെ എത്തിച്ചു. വാവ്, എല്ലായിടത്തും വ്യൂ തന്നെയല്ലേ. രാവിലത്തെ യാത്രയൊക്കെ അവസാനിക്കാൻ പോകണം. ഒരു ചായ കൂടിയോടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലോട്ട് പോകണം. ഇനി ചായക്കട അന്വേഷിക്കലാണ് നമ്മളെ പരിപാടി. ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തീരെ മൂടിയ ക്ലൈമറ്റൊന്നും അല്ല, പക്ഷെ ഒരു ഫോഗി ക്ലൈമറ്റാണ്. അത് തന്നെയല്ലേ മൂടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് യാത്ര ചായക്കടയിലോട്ട് പോവുകയാണ്. എന്താ പറയുക, റിസർവ് ആയിട്ടുണ്ട്. ഇതെന്തുവാ ഇത്? കുഴപ്പമില്ല. എന്തായാലും വീട്ടിൽ നിന്ന് എടുത്തപ്പം 2 കെട്ട് ഉണ്ടായിരുന്നു. സാധാരണ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ റിസർവ് കാണിക്കാറുണ്ട്. അതെന്തായാലും മാറി കിട്ടി. അപ്പം നേരെ ഇനി ചായക്കടയിലോട്ട് പോകാം. ഹെൽമെറ്റ് ഫോർ സേഫ്റ്റി തലക്കേറ്റിട്ട് ഹെൽമെറ്റ് വെച്ചു, ക്ലിപ്പിട്ടു, യാത്ര സ്റ്റാർട്ട് പണ്ണാം. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കുമ്പോൾ സ്റ്റാർട്ട് ആകുമ്പോൾ പോവാം. ഞാൻ കളിയാക്കുന്നല്ല കേട്ടോ, എനിക്ക് തമിഴ് അറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ബാ നമുക്ക് പഴയതുപോലെ വീഡിയോ എടുത്ത് അങ്ങ് പോവാം. ബൈ സൂര്യൻ. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കായൽ. അവിടെ വേറെ ഒന്നുമില്ല കേട്ടോ, ഞാൻ വന്നപ്പോൾ കാണിച്ചിരുന്നില്ല. ആ ഒരു വ്യൂ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ചായക്കടയിലോട്ട് പോവാം. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഒരു ആഗ്രഹം, വല വലിക്കുന്നതും കൂടെ കണ്ടിട്ട് പോകാം. അങ്ങനെ വല വലിക്കുന്നത് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ അണ്ണന്മാർ വല വലിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് പോയി ഹോഹോയി വിളിച്ച് നമുക്കും കൂടെ സഹായിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. വടക്കമോൺ ഉള്ളോ. ഇവിടെ ഇത്ര വലിയ വഴി കിടന്നിട്ടാണ് ഞാൻ ഈ കല്ല് കയറിയത്. തെങ്ങും തോപ്പാണ് കേട്ടോ. നമ്മൾ വണ്ടി കൂടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ടോടാ. അപ്പോൾ എന്തായാലും നമുക്ക് വല പിടിക്കുന്നത് കാണാം. നമുക്കിവിടെ ഹോഹോയി വിളിച്ച് സഹായിക്കാൻ നോക്കാം. മിക്കവാറും ഇറങ്ങി പോകാമെന്ന് പറയും. നമുക്ക് മീൻ ഏതൊക്കെയെന്ന് കാണാമല്ലോ. അവിടെയും വലിക്കുന്നുണ്ട്. സീനില്ലേ, ഇവിടെയും വലിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അവർ പാട്ടുപാടിയാണ് വലിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ് വലിക്കുന്നത്, പാട്ടുപാടിയാണ് വലിക്കുന്നത്. നമുക്ക് നോക്കാം, പോയി നോക്കാം. അപ്പോൾ അങ്ങ് കിടക്കുന്ന വലയാണ് ഇനി വലിച്ചു കയറ്റാൻ പോകുന്നത്. കുറേ സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. കാണാൻ വഴിയില്ല, അത് 1 മണിക്കൂറെങ്കിലും എടുക്കും. നമുക്ക് നോക്കാം. ചായ കുടിച്ചിട്ട് നിൽക്കുമ്പോൾ വല വലിക്കുവാണെങ്കിൽ കാണിച്ചു തരാം. നല്ല ദൂരമുണ്ട്, നല്ല സമയം എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നോക്കാം. സമയം കൂടുന്തോറും നമ്മളുടെ വെയിലിൻ്റെ കാഠിന്യം കൂടും. നമ്മൾ കരിഞ്ഞ് വീട്ടിലെത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് വല വലിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട്. ദൂരെ വല വലിക്കുന്ന നേരത്തിന് നമ്മൾ ചായക്കട കണ്ടെത്തി. അപ്പോൾ നമുക്ക് 2 ചായ കുടിക്കാം. നല്ല ചൂട് ചായ കടൽ തീരത്ത് നിന്ന് 2 ചായ.
താങ്ക്സ്. രാവിലത്തെ ചായയായി. ഫോക്കസ് ആണോ? കളിക്കല്ലേ? യെസ്. നല്ല മധുരമുള്ള ചായ. രാവിലെ കോഴി കിണ്ടിക്കളയ്ക്കുന്നതും മധുരമുള്ള ചായയും ബീച്ച്. ആ സ്പോട്ടിലെത്തി നമ്മൾ വല വലിക്കാൻ വേണ്ടി വീണ്ടും വന്നു. ചായ കുടിച്ചു. അപ്പോൾ ഇനി വല വലിക്കുന്നത് കാണാം. അപ്പോൾ കുറച്ച് ആളൊക്കെ കൂടി. അപ്പം വല എത്താറായെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടേ നോക്കാം. ചായ കുടിക്കുന്നതിന് മുമ്പേ ഇങ്ങെത്തി കേട്ടോ. അത് മീനൊക്കെ പിടയ്ക്കുന്ന മീനാണ്. മീൻ 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 മീൻ. വീട്ടുകെട്ട കടവലുണ്ട്. മത്സ്യം വരെ അങ്ങ് മടി വരുമാ. ഓടുവാ ഓടുവാ, നല്ല മീൻ ഓടുവാ. നമുക്കിവിടെ ചില്ലറ മീനൊക്കെ പോയിക്കോട്ടെ. ഇത്രയും മീനാണ് വലയിൽ കിട്ടിയത്. പ്ലാസ്റ്റിക് എല്ലാം കയറി നമുക്ക് കാണാം. അതെടുക്കാൻ പോയത് എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ വാലി പിടിച്ച് ഞാൻ മുള്ളുകൊണ്ട് ചാവുമെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിട്ടു. നോക്കട്ടെ. ഇവിടെ ഒരു വലിയ മീൻ കിടക്കുന്നു. നെമ്മീനാണെന്ന് തോന്നുന്നു. അയല വേറൊന്നും തൊണ്ട് കൊള്ളാം. വരവേ ജീവനുണ്ടോ?
പോ ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെടും. ഓ പുള്ളി പോയി. അതിലേ ഒന്ന് പോവോ? അതിൽ കയറി. യെസ് ഗൈസ്, ഞാനങ്ങനെ ഒരു ജീവൻ രക്ഷപ്പെടുത്തി പോകും. കൂടെ ഞാൻ തന്നെ വേണോ? എല്ലാവരെയും എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല, കുറച്ച് പേരെയൊക്കെ പറ്റൂ. പോയി രക്ഷപ്പെടും. എൻ്റെ രണ്ടാമത്തെ ആയുസാണ്. ഇതിൽ പോവോ? പെരുവാത പോടാ പെരുക്ക. മറ്റേതോ പൊങ്ങി കളിക്കും. മറ്റേത് രക്ഷപ്പെടുമായിരിക്കും അല്ലായിരിക്കും. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഇതിൽ ഞാൻ തട്ടി നിന്നെ കടലിലൂടെ നീ രക്ഷപ്പെട്ട് നോക്കോളാം. ഞാൻ ഈ മുള്ള മീനാണ് ആദ്യം കൊണ്ടിട്ടത്. ഇതേത് ബലൂണോ? ഇതുവെല്ലാം കാലിൽ കൊണ്ടുവല്ല സീനോ അല്ലാണോ? ഇതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കടൽ എന്നെ സമ്മതിപ്പിക്കുന്നില്ല. അയ്യോ, ഇത് പോണില്ല കേട്ടോ. പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് മീൻ പിടിക്കുന്നതും ചായ പിടിക്കുന്നതും രാവിലത്തെ റൈഡും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് അപ്പോൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓട്ടിച്ച് പോകുന്ന വിഷ്വൽസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പം വീഡിയോ ഇവിടെ വെച്ച് എൻഡാക്കാൻ പോവുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കി. റിസർവ് അല്ലെന്ന് റിസർവ് അല്ല. രണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബൈ ഗൈസ്. പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇനി ഇതൊരു അടിപൊളി കണ്ടൻസ് വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.